മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണ്. മാസങ്ങളായി കട്ടപ്പുറത്തായ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ആംബുലൻസിന്റെ പണി പൂർത്തിയായിട്ടും സർവീസ് തുടങ്ങാനായില്ല. ഇൻഷുറൻസ് അടയ്ക്കാത്തതാണ് പ്രതിസന്ധിയാകുന്നത്. ആദിവാസി മേഖലകളിലേക്ക് ഉൾപ്പെടെ സർവീസ് നടത്തിയിരുന്ന ആംബുലൻസ് സർവീസ് നിലച്ചതോടെ നിർധനരായ രോഗികൾക്ക് പണം നൽകി വാഹനം വിളിക്കേണ്ട അവസ്ഥയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഈ ആംബുലൻസ് അപകടത്തിൽപ്പെട്ട് 3 മാസത്തോളം കട്ടപ്പുറത്തായി. ഒടുവിൽ ആംബുലൻസിന്റെ തകരാറ് പരിഹരിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വാഹനമെത്തിച്ചു. പക്ഷേ ആംബുലൻസ് റോഡിലിറക്കാൻ പറ്റില്ല. ഇൻഷുറൻസും GPS-ഉം ഫിറ്റ്നസും ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇതോടെ റോഡിലിറക്കാനാവാതെ മെഡിക്കൽ കോളേജ് പരിസരത്തിട്ടിരിക്കുകയാണ് ആംബുലൻസ്. നിലവിൽ 2 ആംബുലൻസ് മാത്രമാണ് മെഡിക്കൽ കോളേജിലുള്ളത്. അതിലൊന്ന് കട്ടപ്പുറത്തായതോടെ ശേഷിക്കുന്ന ICU ആംബുലൻസിലാണ് രോഗികളെ കൊണ്ടുപോകുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ DMOക്ക് കീഴിലുള്ള ചെറിയ ആംബുലൻസും ഉപയോഗപ്പെടുത്തും. നമ്മൾ HDS കമ്മിറ്റിയിൽ നിന്ന് പണം കൊടുത്ത് അത് ഒരു 7000 രൂപയായിട്ട് ഇതിന്റെ ഇൻഷുറൻസ് വരിക, അത് ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട ഒരു സംഭവമാണ്. അതിവിടെ ചെക്ക് കൊടുത്ത് കാലതാമസം വരുത്തുകയാണ്. അതുപോലെ തന്നെ GPS ഘടിപ്പിക്കണമെന്ന് പറയുന്നു. അത് സർക്കാർ അപ്രൂവൽ മാത്രമേ ഘടിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ ഒരുപാട് നൂലാമാലകൾ കിടക്കുകയാണ്. ഈ ആംബുലൻസിന്റെ ഓട്ടം, അതായത് അത് ഇവിടെ കിടക്കുന്നതിന് ദിവസങ്ങൾ വീണ്ടും കടന്നു പോവുകയാണ്. ആദിവാസി മേഖലകളിലേക്ക് മറ്റും സർവീസ് നടത്തിയിരുന്ന ആംബുലൻസ് കേടായതോടെ നിർധനരായ രോഗികൾക്ക് പണം നൽകി വാഹനം വിളിക്കേണ്ട അവസ്ഥയാണ്. വണ്ടിയുടെ ഇൻഷുറൻസ് പുതുക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. 4 മാസം മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോകുമ്പോൾ വഴിയിൽ വെച്ച് ആംബുലൻസ് അപകടത്തിൽപ്പെട്ട് കട്ടപ്പുറത്തായിരുന്നു. പിന്നീട് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടും സർവീസ് ആരംഭിക്കാനായിട്ടില്ല. ഇൻഷുറൻസ് പുതുക്കി GPS ഘടിപ്പിച്ച് ഫിറ്റ്നസ് ലഭിച്ചാൽ മാത്രമേ ഈ ആംബുലൻസിന് റോഡിലിറങ്ങാൻ സാധിക്കുകയുള്ളൂ. നടപടി വൈകുന്നതനുസരിച്ച് രോഗികളുടെ ബുദ്ധിമുട്ട് വർദ്ധിക്കും. അതോടൊപ്പം ആംബുലൻസ് നശിക്കുകയും ചെയ്യും. ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. നിർധനരായ രോഗികൾക്കും ആദിവാസികൾക്കും ഒക്കെ ഏറെ ആശ്വാസമായിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഈ ആംബുലൻസ് സർവീസ്. അടിയന്തര ഘട്ടങ്ങളിൽ സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ടി വരുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് രോഗികൾക്കും ബന്ധുക്കൾക്കും ഉണ്ടാക്കുന്നത്. പ്രതികരണങ്ങളിലേക്ക്. രോഗികൾക്ക് അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് ആംബുലൻസ്. അത് എത്രയും പെട്ടെന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇത് പുറത്തിറക്കേണ്ട നിയമ നടപടികൾ എടുക്കണമെന്ന് അധികാരിയോട് വേണ്ടപ്പെട്ടവരോട് പറയുകയാണ്. ആൾക്കാരുടെ ഒരു ആവശ്യമാണ്, അത് ശരിയാക്കി കിട്ടുകയാണെങ്കിൽ നന്നായേനെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രേക്ഷകർ സജീവമായി തന്നെ നമ്മോടൊപ്പം തുടരുന്നുണ്ട്. വസന്തകുമാരി പറയുന്നത് SC/ST കുട്ടികളുടെ ആനുകൂല്യം കൃത്യമായി നൽകാൻ അധികാരികളെ നടപടിയെടുക്കൂ, അവരും പഠിച്ചോട്ടെ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ഒരു റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു. ആ വിഷയത്തിലാണ് ഇപ്പോൾ വസന്തകുമാരിയുടെ പ്രതികരണം ഉണ്ടാകുന്നത്. ഷാഹില BV ചോദിക്കുന്ന നാളെ കൊല്ലം അവധിയാണോ എന്നുള്ളതാണ്. ഒട്ടേറെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തന്നെ അതിന് മറുപടി പറഞ്ഞതാണ്. അത് KSUവിൻ്റെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപനമാണ്. സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു അവധി പ്രഖ്യാപനം വന്നിട്ടില്ല എന്നുള്ളതാണ്. അജിഷ TS പറയുന്നത് വൈകി കിട്ടുന്ന നീതി നിഷേധത്തിന് തുല്യമാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഗ്രാന്റ് മാത്രമല്ല, എത്രയോ സ്കോളർഷിപ്പുകൾ കൂടി മുടങ്ങിക്കിടക്കുന്നു. അത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകേണ്ട മേഖലകൾ വേറെയുമുണ്ട് എന്നാണ് അജിഷ TS ചൂണ്ടിക്കാണിക്കുന്നത്. പോക്സോ നിയമം കുട്ടികളിൽ പഠിപ്പിക്കാൻ പോകുന്നു എന്നുള്ള നേരത്തെ റിപ്പോർട്ട് കണ്ട നന്ദനൻ KV പറയുന്നത് മുതിർന്നവർക്കും ഇതിനെക്കുറിച്ചുള്ള അവബോധം വേണം, അവരെയല്ലേ അത് പഠിപ്പിക്കേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ബിജു പള്ളിപ്പുറം പറയുന്നത് കോളേജ് രാഷ്ട്രീയം നിർത്തലാക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ പ്രേക്ഷകർ സജീവമായി തന്നെ പ്രതികരിക്കുന്നു, നമ്മോടൊപ്പം തുടരുകയും ചെയ്യുന്നുണ്ട്.